ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഐസ്ക്രീം, പോപ്കോൺ, കേക്ക്സ് എന്നിവയുടെയൊക്കെ ടോപ്പിംഗ് ആയിട്ട് ഒഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസ്. നല്ല സിൽക്കി സ്മൂത്ത് കാരമൽ സോസ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എൻ്റെ ചാനലിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാകും. ഇതുവരെ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കാരമൽ സോസ് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര നിരത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് തീ ഓണാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് സ്പാറ്റുലയോ സ്പൂണോ വെച്ച് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഷുഗർ സിറപ്പ് ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഷുഗർ ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വിസ്താരമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഷുഗർ ക്യാരമലായി കിട്ടും. അതുപോലെ ഒരു കാരണവശാലും ഈ സമയത്തൊക്കെ സ്പാറ്റുലയോ സ്പൂണോ വെച്ച് ഇളക്കി കൊടുക്കരുത്. ഇളക്കിയാൽ പഞ്ചസാര പാനി കട്ടയായിട്ട് വരും, പിന്നെ മെൽറ്റായി വരാൻ സമയമെടുക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാത്രം എടുത്ത് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നിറമൊക്കെ മാറി തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ കളറായി വരും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒത്തിരി അങ്ങ് നിറം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുന്ന് തന്നെ ആവശ്യത്തിന് കളറായി വരും. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ക്രീം ഒഴിക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ മെൽറ്റ് ആയിക്കൊള്ളും. തിളച്ചുകൊണ്ടിരിക്കുന്ന മിക്സിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ഒഴിച്ചു കൊടുത്താൽ അത് തിളച്ച് തെറിക്കുകയും പെട്ടെന്ന് തന്നെ കട്ടയാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ചൂടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെ കളറ് മാറി വന്നു. ഇവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാൻ സോൾട്ടഡ് കാരമൽ ഉപയോഗിച്ച് നേരത്തെ ഒരു ആൽമണ്ട് കുക്കിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബദാമിൻ്റെ കൂടെ സോൾട്ടഡ് കാരമലും കൂടി ചേരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. വളരെ ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ ബട്ടറെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടാറുന്നതനുസരിച്ച് കുറച്ചുകൂടി തിക്കാകും, കളറും മാറി വരും. ഇതൊരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കൂടുതൽ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ ബോട്ടിൽ ഇറക്കി വെച്ചാൽ മതി, ലൂസായി കിട്ടും. ഐസ്ക്രീമിൻ്റെയും പോപ്കോണിൻ്റെയും ഡെസേർട്ടിൻ്റെയും കൂടെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കാരമൽ സോസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്